بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم سبحانه وتعالى നമ്മുടെ ഇബാദത്തുകൾ ഖബൂൽ ചെയ്ത് ദുആത്തിന് അല്ലാഹു തആല ഉത്തരം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സ്വലാത്തുൽ ഫർദൈനി ചൊല്ലുന്നു. രണ്ട് നിസ്കാരമുണ്ട്, തണുപ്പുള്ള രണ്ട് നിസ്കാരം. ഫർദൈനി രണ്ട് നിസ്കാരം ചൊല്ലിക്ക് അൽ ബർദാനി അസ്സുബ്ഹു വൽ അസ്ർ. ഒന്ന് സുബ്ഹ് നിസ്കാരം, ഇന്നൊന്ന് അസ്ർ നിസ്കാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുന്നു, നബി മൂസ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല മൻ സ്വല്ലൽ ബർദൈനി ദഖലൽ ജന്ന. ആരെങ്കിലും ഒരാൾ ബർദൈനി ചൊല്ലി രണ്ട് നിസ്കാരം നിസ്കരിച്ചെങ്കിൽ ദഖലൽ ജന്ന, അവൻ സ്വർഗ്ഗത്തിൽ പോകാൻ പ്രവേശിക്കുന്നതാണ്. അതിനർത്ഥം എന്തോ അസ്ർ നിസ്കാരം സുബ്ഹ് നിസ്കാരം ഈ രണ്ട് നിസ്കാരം ഖളാ കൊടുത്ത് തീരാണ്ടതിനർത്ഥം ഭയങ്കര ശക്തിയായ ശിക്ഷകൊണ്ട് കുറ്റമുണ്ടോ. അപ്പൊ ആ രണ്ട് നിസ്കാരം നിങ്ങൾ വിട്ടില്ലെങ്കിൽ നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കാതെ കഥ ആക്കാത്ത പോലെ നിങ്ങൾ ജാഗ്രതയാക്കുന്നു. അത് സുബ്ഹും അസ്റും നിസ്കാരമാണ്, ബർദൈനി നിസ്കാരം. النبي زهير بن عمارة بن رؤيبة رضي الله عنه قال سمعت رسول الله صلى الله عليه وسلم يقول നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലിയതിനാണ് കേട്ടിട്ട് സുഹൈർ ഇബ്നു ഉമാറത്ത് ഇബ്നു റുബൈബ റളിയല്ലാഹു അൻഹു ചൊല്ലുന്നു. എന്തിനാ ചൊല്ലുന്ന നബി? ലൈ യലിജന്നാര അഹദുൻ, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ നരകത്തിൽ പോകില്ല. എങ്ങനത്തെ ഒരാൾ? സ്വല്ല ഖബല തുലൂഇ ശംസി വ ഖബല ഉറൂബിഹാ. അയാൾ സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ, അതിനർത്ഥം സുബ്ഹി നിസ്കാരം ഖളാ ആക്കുന്നതിന് മുന്നേ സുബ്ഹി നിസ്കരിക്കരുത്. അതേപോലെ സുബ്ഹിയുടെ സുന്നത്തും നിസ്കരിക്കരുത്. ആ സുബ്ഹി നിസ്കരിക്കുന്ന ഒരാൾ ഖബല ഉറൂബിഹാ. ഇനി അസ്ർ നിസ്കാരം സൂര്യൻ അസ്തമിക്കുന്നതിന് മുന്നേ, മഗ്രിബ് ആവുന്നതിന് മുന്നേ, അസ്ർ നിസ്കാരം ഖളാ ആവുന്നതിന് മുന്നേ അങ്ങനത്തെ സുബ്ഹി ഖളാ ആവാത്ത പോലെ അസ്ർ ഖളാ ആക്കാത്ത പോലെ അസ്തമിക്കുന്നതിന് മുന്നേ ഉദിക്കുന്നതിന് മുന്നേ നിസ്കരിക്കാറ്. അങ്ങ് നരകത്തിൽ പ്രവേശിക്കാനായിട്ട് ഹബീബായ തങ്ങൾ ചൊല്ലുന്നു. അബീ സുഹൈർ ഉമാറത്ത് ഇബ്നു റുബൈബ റളിയല്ലാഹു അൻഹു ചൊല്ലുന്നു. പിന്നെ ജുൻദുബ് ഇബ്നു സുഫിയാൻ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുന്നു, മൻ സല്ല സുബ്ഹ, ആരെങ്കിലും ഒരാൾ സുബ്ഹ് നിസ്കാരം ഖളാ ആവണേക്ക് മുന്നേ നിസ്കരിച്ചു സുബ്ഹ് നിസ്കരിച്ചെങ്കിൽ ഫഹുവ ഫീ ദിമ്മത്തില്ലാഹ്, അവർ അല്ലാഹുവിന്റെ അധികാരത്തിൽ പെട്ടിട്ട് കണ്ടെത്തുന്നതാണ്. ഇനി നാല് സുബ്ഹ് നിസ്കരിക്കുന്നതോട് നിങ്ങൾ അല്ലാഹുവിന്റെ കൈവയ്ക്ക് നിങ്ങൾ കാര്യങ്ങൾ അല്ലാഹു തആല ഏറ്റെടുത്താണ്. അതിനർത്ഥം ഫഹുവ ഫീ ദിമ്മത്തില്ലാഹ്, ഒരാൾ സുബ്ഹ് നിസ്കരിച്ചെങ്കിൽ അവർ അല്ലാഹുവിന്റെ ദിമ്മത്തിൽ അധികാരത്തിലാവുക. അതുകൊണ്ട് ഓ സമൂഹമേ, ജാഗ്രത കണ്ടോളൂ. ഒട്രാസിൽ പെരുമാറേണ്ട പോയിട്ട് അങ്ങോട്ട് ഒട്രാസ് കൊണ്ടുവരണ്ട. അങ്ങനെ തൊട്ട് നിങ്ങൾ കരിക്കോടൊക്കെ പോകേണ്ട. സുബ്ഹി നിസ്കരിക്കുന്ന ആൾമാരെ തൊട്ട് നിങ്ങൾ ജാഗ്രത ആക്കോളൂ. എന്തിനു ചൊല്ലിക്ക് ലാ യത്ലുബന്നക അല്ലാഹു മിൻ സിമ്മതിഹി ബിശൈഇ, അവന്റെ അടുത്ത് നിങ്ങൾ കരിക്കോ പോയാണ്ടെങ്കിൽ, അവനെ നിങ്ങൾ വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ ഫലമായിട്ട് നിങ്ങളെ ചോദ്യം കേൾക്കുന്നുണ്ട്. ഫഹുവ ഫീ സിമ്മത്തില്ലാഹ്, അവനെ നിസ്കരിച്ച കാരണം കൊണ്ട് സുബ്ഹിക്ക് അല്ലാഹുവായിട്ട് അതേക്കുറിച്ച് നിങ്ങളൊക്കെ കേൾക്കുന്നുണ്ടോ? അവരുടെ കാര്യത്തിൽ നിങ്ങളൊക്കെ ഇടപെട്ടോ? അടച്ച റബ്ബായിട്ട് അതുകൊണ്ട് നിങ്ങൾ ജാഗ്രത ആക്കണോ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മ ചൊല്ലിയതും കേട്ടതും സ്വാലിഹായ ഇബാദത്തിന്റെ കൂട്ടത്തിൽ അല്ലാഹു പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് നന്മകൾ അറിവുകൾ പഠിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹുവേ, സ്വാലിഹായ മുത്തഖിയായ യഥാർത്ഥ മുഅ്മിനായ മരിക്കാൻ നമുക്ക് നീ തൗഫീഖ് നൽകണമല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.